ഈ 75 വയസ്സ് എന്ന ഒരു പ്രായപരിധി ബി.ജെ.പിയുടെ ഭരണഘടനയിലുമില്ല. 75 വയസ്സ് കഴിഞ്ഞ് ഒരു പാർട്ടി ചുമതല വഹിക്കാൻ പാടില്ലെന്നോ 75 വയസ്സ് കഴിഞ്ഞവർ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ പാടില്ലെന്നോ ഒരു നിബന്ധന പാർട്ടിയുടെ ഭരണഘടനയിൽ ഇതുവരെ ഇല്ല. മറ്റ് പല നേതാക്കന്മാർക്കും കൊണ്ടുവന്ന പോലെ ഒരു പ്രായപരിധി സ്വയം സ്വീകരിച്ച് മോഡി താഴെ ഇറങ്ങണം, മോഡി ഈ പ്രസ്ഥാനം നിർത്തിപ്പോകണം എന്ന് ആവശ്യപ്പെടാൻ പറ്റില്ല. അങ്ങനെ ഒരാൾക്ക് ആവശ്യപ്പെട്ടാൽ പിന്നെ അയാൾക്ക് ബി.ജെ.പിയിൽ നിലനിൽക്കാൻ പറ്റില്ല. ഇതാണ് ആ പാർട്ടിയുടെ ഒരു അവസ്ഥ. മോഡിക്ക് പകരം ആര് എന്നുള്ള വലിയൊരു ചോദ്യമാണ്. ബി.ജെ.പിയിലെ നേതാക്കന്മാരില്ലെന്നല്ല പറഞ്ഞത്. ഇപ്പം തന്നെ പല ആളുകളും പറയുന്ന ഒരു പേര് അമിത്ഷായുടെയാണ്, മറ്റൊന്ന് യോഗി ആദിത്യനാഥിൻ്റെയാണ്. അങ്ങനെ നേതാക്കന്മാർക്ക് യാതൊരു ക്ഷാമമില്ല. കോൺഗ്രസ്സുകാരെ പോലെയോ അല്ലെങ്കിൽ CPM-കാരെ പോലെയോ അല്ല ബി.ജെ.പിക്കാർ. അവർ 25 കൊല്ലത്തിന് ശേഷം നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അവർ ഇപ്പോൾ ആലോചിച്ച് തീരുമാനിച്ച് റെഡിയാക്കി വെച്ചത്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2029 BJP-യെ തിരഞ്ഞെടുപ്പ് നയിക്കുവാനായി രംഗത്തുണ്ടാകുമോ? ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമായിട്ടുണ്ട്. മോഹൻ ഭാഗവത് 75 വയസ്സിലെ റിട്ടയർമെൻറ്റ് സംബന്ധിച്ച് നടത്തിയ പരാമർശമാണ് വീണ്ടും മോദിയുടെ റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ സജീവമാക്കിയത്. ചില കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവന കേട്ടാൽ അവർ ആഗ്രഹിക്കുന്നു മോദി റിട്ടയർ ചെയ്യുവാൻ എന്ന് തോന്നിപ്പോകും. എന്നാലും നമുക്ക് പരിശോധിക്കാം. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. അങ്ങേക്ക് എന്ത് തോന്നുന്നു? പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2029 BJP-യെ പൊതു തെരഞ്ഞെടുപ്പിൽ നയിക്കുവാൻ രംഗത്തുണ്ടാകുമോ? അതൊരു വല്ലാത്ത ചോദ്യമാണ്. 2029 എന്തൊക്കെയായിരിക്കും രാജ്യത്തെ സ്ഥിതി നമുക്ക് ആർക്കും അറിയില്ല. നമ്മൾ ആരൊക്കെ ഉണ്ടാവും എന്നറിയില്ല. ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ എവിടെയൊക്കെ നിൽക്കും എന്ന് പറയാൻ പറ്റുകയില്ല. ഇതൊക്കെ വളരെ അപ്രവചനീയമായിട്ടുള്ള അനിശ്ചിതത്വത്തിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. അതെ. പക്ഷെ ഇപ്പോഴത്തെ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ നരേന്ദ്രമോദിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനോ ബുദ്ധിക്കോ പ്രത്യേകിച്ച് തരക്കേടൊന്നുമില്ല, എന്തെങ്കിലും തകരാറുകളായിട്ട് നമുക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഈ 75 അടുക്കുന്ന പ്രായത്തിൽ വളരെ ഊർജ്ജസ്വലനാണ്, വളരെ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്ന ആളാണ്. യാതൊരു സംശയം അക്കാര്യത്തിലില്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ചോ പ്രവർത്തനത്തിൻ്റെ റിസൾട്ടിനെ കുറിച്ചൊക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യത്തെക്കുറിച്ചോ ഊർജ്ജത്തെക്കുറിച്ചോ ജോലി ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ സന്നദ്ധതയെക്കുറിച്ചൊന്നും ആർക്കും ഒരു സംശയത്തിനും ഇടയുണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹം 75 വയസ്സ് കഴിഞ്ഞ് തുടരാൻ തന്നെയാണ് സാധ്യത. പിന്നെ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് റിട്ടയർമെൻറ്റ് പ്രായം ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ VS അച്യുതാനന്ദൻ എത്രാമത്തെ വയസ്സിലാണ് മുഖ്യമന്ത്രിയായത്? അതെ. പിണറായി വിജയൻ എത്രാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രിയുടെ തുടരും? ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. കരുണാകരൻ എത്രയോ കാലം സജീവമായിട്ട് നിലനിർത്തും. അപ്പോൾ രാഷ്ട്രീയത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് റിട്ടയർമെൻറ്റ് പ്രായമില്ല. ഇദ്ദേഹത്തെക്കാളും ശാരീരികമായിട്ട് അവശരായിരുന്നു ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സമയത്ത് നരസിംഹറാവു, അതുപോലെ ദേവഗൗഡയുമൊക്കെ. അതൊന്നും അവരുടെ പ്രവർത്തനത്തെ ആ രീതിയിൽ ബാധിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മാത്രമല്ല, പ്രധാനമന്ത്രി ഒറ്റയ്ക്കല്ലല്ലോ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു വലിയ ടീമുണ്ട്. നരേന്ദ്രമോദിക്കും വലിയ ടീമുണ്ട്. അമിത്ഷായുണ്ട്, രാജ്നാഥ് സിംഗ് ഉണ്ട്, ഗഡ്കരിയുണ്ട്, അങ്ങനെയുള്ള മന്ത്രിമാരുണ്ട്. അത് കൂടാതെ IAS-കാരും IPS-കാരുമായിട്ടുള്ള വലിയൊരു സംവിധാനം വേറെ ഉണ്ട്. അജിത് ഡോവലിനെ പോലുള്ള സുരക്ഷാ മേധാവികളുമുണ്ട്. മറ്റു തരത്തിൽപ്പെട്ട ഒരുപാട് സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഒരു പ്രധാനമന്ത്രി ഒറ്റയ്ക്കല്ല ഭരിക്കുന്നത്. അപ്പോൾ ഈ സംവിധാനങ്ങളൊക്കെ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്ന ഈ സാഹചര്യത്തിൽ 75 വയസ്സ് കഴിഞ്ഞും നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനത്ത് വിരമിക്കും എന്ന് തോന്നാൻ നമുക്ക് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ചില ആളുകൾ അങ്ങനെ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ശരിയാണ്. പാർട്ടിക്കകത്തും ചിലരൊക്കെ കരുതുന്നുണ്ട് ഇദ്ദേഹം 75 വയസ്സിൽ നിർത്തിപ്പോകും. പക്ഷേ ആ വെറും ആഗ്രഹത്തിനപ്പുറത്ത് അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. ഇവിടെ 2-3 ഘടകങ്ങളാണുള്ളത്. ഒന്ന്, ഈ 75 വയസ്സ് എന്ന ഒരു പ്രായപരിധി ബി.ജെ.പിയുടെ ഭരണഘടനയിലും ഇല്ല. 75 വയസ്സ് കഴിഞ്ഞ് ഒരു പാർട്ടി ചുമതല വഹിക്കാൻ പാടില്ലെന്നോ 75 വയസ്സ് കഴിഞ്ഞവർ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ പാടില്ലെന്നോ ഒരു നിബന്ധന പാർട്ടിയുടെ ഭരണഘടനയിൽ ഇതുവരെ ഇല്ല. പക്ഷെ അങ്ങനെ ഒരു നിബന്ധന കൊണ്ടുവന്നത് നരേന്ദ്രമോദി തന്നെയാണ്. 2014 അദ്ദേഹം ആദ്യം പ്രധാനമന്ത്രി ആവുന്ന സമയത്ത് 75 വയസ്സ് പൂർത്തീകരിച്ചു എന്ന കാരണത്താൽ അന്നത്തെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്ന, സീനിയർ നേതാക്കളായിരുന്ന ലാൽകൃഷ്ണ അദ്വാനിയെയും അതുപോലെ മുരളി മനോഹർ ജോഷിയൊക്കെ ഒഴിവാക്കി. അവർ ഭരണാധികാരം കൈയാളുന്ന ഒരു സ്ഥാനത്ത് നിന്ന് അവർ ഉൾപ്പെടുത്തിയില്ല. ഒഴിവാക്കിയല്ല, ഉൾപ്പെടുത്തിയില്ല. പിന്നീട് മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുമ്പോഴൊക്കെ
75 വയസ്സ് എന്ന നിബന്ധന ഏറെക്കുറെ പാലിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയും. മാത്രമല്ല ഈ മുഖ്യമന്ത്രിമാരെ പലരെയും പിന്നീട് അവരുടെ കാലാവധി പൂർത്തിയാകുന്ന മുറക്കോ പൂർത്തിയാകുന്നതിന് മുമ്പോ ആ സ്ഥാനത്ത് നിന്ന് നീക്കി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥാനത്തേക്ക് മാറ്റുന്നതൊക്കെ കണ്ടു. കോൺഗ്രസ്സുകാർ പണ്ട് ചേരുന്ന പോലെ ആ ഒരു മുഖ്യമന്ത്രി 5 കൊല്ലം അല്ലെങ്കിൽ അതിലധികമൊന്നും കോൺഗ്രസ്സിൽ അനുവദിക്കുമായിരുന്നില്ല. കാരണം മുഖ്യമന്ത്രി അവിടെ പ്രബലനാകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാളെ മാറ്റിയാണ് കോൺഗ്രസ്സുകാർ ചെയ്യുന്നത്. ബി ജെ പിക്കാർ അത് വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. അവിടെ ഇതുപോലെ മുഖ്യമന്ത്രിമാരെ മാറ്റാറുണ്ട്. അപ്പോൾ ഈ മാറ്റപ്പെടുന്ന ആളുകൾ ആരും തന്നെ 75 വയസ്സ് കഴിഞ്ഞവരായിരിക്കില്ല എന്നുള്ളത് ബി ജെ പി ഏതാണ്ട് ഉറപ്പുവരുത്തിയിരുന്നു എല്ലാ ഘട്ടത്തിലും. അപ്പോൾ അതിന് ഒരു ഒറ്റയ്ക്ക് ഒരു അപവാദം എന്ന് പറയാവുന്നത് BS യെദ്യൂരപ്പയ്ക്ക് കർണാടകത്തിൽ ഏറ്റവും അവസാനം അവസരം കൊടുത്തപ്പോൾ അത് 75 വയസ്സ് കഴിഞ്ഞു. കാരണം യെദ്യൂരപ്പ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു എക്സെപ്ഷൻ കൊടുത്തത്. കാരണം അദ്ദേഹത്തിന് മാത്രമേ അവിടെ ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നുള്ളൂ. നിയമസഭയിൽ ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ ജനതാദളിൽ നിന്നും അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്നൊക്കെ കുറച്ച് MLA-മാരെ പിടികൂടി അവരുടെ പിന്തുണയോടുകൂടി ഗവർണറെ കൂടി ഒത്താശയോടുകൂടി മന്ത്രിസഭ ഉണ്ടാക്കണമെങ്കിൽ കർണാടകത്തിൽ വേറൊരു നേതാവിനും അന്നത്തെ എനിക്ക് സാധിക്കില്ല. അപ്പോൾ അതിന് തൻ്റെ ഇടവും താൻ പോരുമയും വിവിധ ചാണക്യ തന്ത്രങ്ങളൊക്കെ അറിയുന്ന ആളെന്നുള്ള നിലയ്ക്ക് യെദ്യൂരപ്പയെ മുൻനിർത്തി അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കി കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ കൂറുമാറി വന്ന മിക്കവാറും ആളുകളൊക്കെ തന്നെ മന്ത്രിമാരാക്കിയ ശേഷം അവരെ കൊണ്ട് MLA സ്ഥാനം രാജിവെപ്പിച്ച് രണ്ടാമത് ആ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തി അവരെ തന്നെ അവിടെ നിന്ന് വിജയിപ്പിച്ച് അങ്ങനെ മന്ത്രിസഭയുടെ ഭൂരിപക്ഷം നിലനിർത്തി അങ്ങനെ കൊണ്ടുപോയത്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ യെദ്യൂരപ്പയെ പിന്നെ ഒഴിവാക്കി. എന്നിട്ട് ആ സ്ഥാനത്ത് നമ്മുടെ ബസവരാജ് ബൊമ്മയെ മുഖ്യമന്ത്രിയാക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ 75 വയസ്സ് എന്ന ഒരു നിബന്ധന എന്നൊരു പ്രായപരിധി തീർച്ചയായിട്ടും BJP-യിലുണ്ട്. ആ പ്രായപരിധി കൊണ്ടുവന്നത് വാജ്പേയിയുടെ സമയത്തില്ല, അദ്വാനിയുടെ സമയത്തില്ല, ജോഷിയുടെ സമയത്തില്ല, അത് കൊണ്ടുവന്ന മോഡിയാണ്. അപ്പോൾ ഈ പ്രായപരിധി കൊണ്ടുവന്ന ആൾക്ക് ഇത് ബാധകമല്ലേ എന്നുള്ളതാണ് അതിനകത്ത് കൗതുകകരമായിട്ടുള്ള ചോദ്യം. ആ ചോദ്യത്തിന് മോഡി ഉത്തരം പറയുമോ പറയില്ല നമുക്കറിയില്ല. അത് 75 വയസ്സ് കഴിയുമ്പോൾ അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ മാനദണ്ഡം അനുസരിച്ച് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുമോ എന്ന് നമുക്കറിയില്ല. മട്ട് കണ്ടിട്ട് അതിൽ യാതൊരു സാധ്യതയില്ല. പിന്നെ ആളുകളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ, ആളുകളെ അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് മോഡിക്ക് പ്രത്യേകിച്ച് ഒരു വൈഭവമുണ്ട്. അത് രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു രാഷ്ട്രീയമായൊരു ശക്തി കൊണ്ടും പിന്നെ എതിരാളികളെ പെട്ടെന്ന് സ്തബ്ധരാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിൽ നിന്നുണ്ടാകുന്നൊരു കഴിവാണ്. ഇന്ദിരാഗാന്ധിയൊക്കെ അതുപോലെ ചെയ്യുക. അപ്പോൾ അത്തരം ശക്തമായൊരു വിക്കറ്റിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഞാൻ ഇതാ സ്ഥാനം ഒഴിയുന്നു, എനിക്ക് പകരം ഇന്ന ആൾ അല്ലെങ്കിൽ അടുത്ത ആളെ പാർട്ടി തീരുമാനിക്കും എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഒഴിയാം. പക്ഷേ തീരുമാനം എടുക്കാൻ അദ്ദേഹം തന്നെ വേണം. അദ്ദേഹത്തിന് അല്ലാതെ ആർക്കും അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റുകയില്ല. വേറൊരാൾക്കത് ചോദിച്ച് നിർബന്ധിച്ച് അദ്ദേഹത്തെ കൂടി തീരുമാനം എടുപ്പിക്കാൻ പറ്റുകയുമില്ല. കാരണം BJP-യെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി അത്രയും ശക്തനാണ്. പാർട്ടിക്കകത്ത് രണ്ടാമതൊരാൾ നരേന്ദ്രമോദി 75 വയസ്സ് പൂർത്തീകരിച്ചുകൊണ്ട് LK അദ്വാനി ഒഴിഞ്ഞ പോലെ അല്ലെങ്കിൽ ജോഷിയെ പടിയിറക്കിയ പോലെ അല്ലെങ്കിൽ യെദ്യൂരപ്പയ്ക്ക് പിന്നീട് സംഭവിച്ച പോലെ മറ്റ് പല നേതാക്കന്മാർക്കും കൊണ്ടുവന്ന പോലെ ഒരു പ്രായപരിധി സ്വയം സ്വീകരിച്ച് മോഡി താഴെ ഇറങ്ങണം, മോഡി ഈ പ്രസ്ഥാനം നിർത്തിപ്പോകണം എന്ന് ആവശ്യപ്പെടാൻ പറ്റില്ല. അങ്ങനെ ഒരാൾക്ക് ആവശ്യപ്പെട്ടാൽ പിന്നെ അയാൾക്ക് BJP-യിൽ നിലനിൽക്കാൻ പറ്റില്ല. ഇതാണ് ആ പാർട്ടിയുടെ ഒരു അവസ്ഥ. ഏതാണ്ട് CPM-ൽ പിണറായി വിജയനുള്ള പോലത്തെ ഒരു സൗകര്യം അദ്ദേഹത്തിനുണ്ട്. പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രി ഇരിക്കുന്നു, അദ്ദേഹത്തിന് മാത്രം മാനദണ്ഡം ബാധകമല്ല. ബാക്കി എല്ലാ സഖാക്കൾക്കും മാനദണ്ഡമുണ്ട്. G. സുധാകരൻ, തോമസ് ഐസക്കിനും AK ബാലനൊക്കെ മാനദണ്ഡം ബാധകമാണ്. EP ജയരാജനും ശ്രീമതി ടീച്ചർക്കും ബാധകമാണ്. പക്ഷേ ഈ മാനദണ്ഡം പിണറായി വിജയന് മാത്രം ബാധകമല്ല. കാരണം പുള്ളി പാർട്ടിക്ക് അതീതനാണ്, പാർട്ടിക്ക് ഉപരിയാണ് എന്ന് പറഞ്ഞ പോലെ ഒരു അഖില ഭാരത അല്ലെങ്കിൽ അഖിലേന്ത്യാ പിണറായി വിജയനാണ് നമ്മുടെ നരേന്ദ്രമോദി. ഈ പ്രായപരിധി പുള്ളി ഉണ്ടാക്കിയതാണ്. പക്ഷെ പുള്ളിക്ക് ഈ പ്രായപരിധി ബാധകമല്ല. ഇതാണ് അതിനകത്ത് ഒരു കൗതുകകരമായിട്ടുള്ള കാര്യം. പിന്നെ ഈ ഒരു മാനദണ്ഡം പൊക്കിപ്പിടിച്ചുകൊണ്ട് നരേന്ദ്രമോദിയോട് എതിർപ്പുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർ, ചില രാഷ്ട്രീയ നിരീക്ഷകരും പത്രക്കാരും പിന്നെ കോൺഗ്രസ് നേതാക്കളും ഒക്കെ 75 വയസ്സായി നരേന്ദ്രമോദി ഒഴിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളൊക്കെ ആ വിവാദപ്പെട്ട ആളാണ്. കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാരൊക്കെ പറയുന്നുണ്ട് മോഡി 75 പൂർത്തീകരിച്ചു, അദ്വാനിയെ പോലെ ജോഷിയെ പോലെ മോഡി ഒഴിയണം എന്ന ഒരു നിലപാട് ചിലരൊക്കെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും മോഡി ഗൗനിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. മൂന്നാമത്തതും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഈ മോഹൻ ഭാഗവത് നടത്തിയ പരാമർശമാണ്. അദ്ദേഹം തന്നെ 75 വയസ്സ് എന്നത് ഒരു റിട്ടയർമെൻറ്റിൻ്റെ പ്രായമാണ്, 75-നപ്പുറം തുടരുന്നത് ശരിയല്ല എന്ന രീതിയിൽ അദ്ദേഹം മോഡിയെക്കുറിച്ച് പറഞ്ഞില്ല. അദ്ദേഹം സ്വയം അങ്ങനെ ഒരു ആ തീരുമാനത്തിലേക്ക് എത്തുന്നു എന്ന ഒരു സൂചന നൽകി. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് മോഡിയുടെ ഈ പ്രായവുമായിട്ട് കൂട്ടിയോജിപ്പിച്ച് വിലയിരുത്താനും അല്ലെങ്കിൽ അത് ഒരു പ്രകോപനമായിട്ട് കണക്കാക്കാനും ഒക്കെ താല്പര്യ കക്ഷികൾക്ക് ഒരു അവസരം നൽകി എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ
നരേന്ദ്രമോദിക്ക് ബാധകമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മോഹൻ ഭാഗവത് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, RSSന്റെ അഭിപ്രായം എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനു മുമ്പുണ്ടായിരുന്ന BJPയുടെ അധ്യക്ഷന്മാരൊക്കെ മിക്കവരും തന്നെ RSSന് താല്പര്യമുള്ള ആളുകളായിരുന്നു, അല്ലെങ്കിൽ RSSന്റെ ചൊൽപ്പടിക്ക് മാത്രം നിൽക്കുന്നവരായിരുന്നു. നരേന്ദ്രമോദി അതിനെയും അതിലംഘിച്ചു എന്നുള്ളതാണ് ഒരു വസ്തുത. കാരണം RSSന്റെ പിന്തുണയിലാണ് മോഡി വരുന്നത്. RSSന്റെ പ്രചാരകനായിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരുന്നത്. അദ്ദേഹം BJPയിൽ പ്രവർത്തിക്കുമ്പോഴും RSSകാരനായിരുന്നു, ഇപ്പോഴും RSSകാരനാണ് താത്വികമായിട്ട്. പക്ഷേ ഒരിക്കൽ പ്രധാനമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം ആർജിച്ച വലിയ അധികാരം അത് RSSനെ പോലും മറികടക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ RSSനെ അതീതമായി വളർന്ന ഒരു നേതാവാണ് നരേന്ദ്രമോദിയെ നമുക്ക് പറയാൻ കഴിയും. കാരണം അത്രയും ശക്തനായിരിക്കും. അപ്പോൾ RSSന് തന്നെയും ഇദ്ദേഹത്തെ അല്പം ഒന്ന് താഴ്ത്തിക്കെട്ടണം, അദ്ദേഹത്തെ ഇവരുടെ കീഴ്സ്ഥാനീയനായിട്ട് നിലനിർത്തണമെന്ന് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിൽ നിന്നാണ് ഈ ഭാഗവതിൻ്റെ അഭിപ്രായമൊക്കെ ഉണ്ടായി വന്നത്. വെറുതെ ഭാഗവത് ഒരു ദിവസം കാലത്ത് എഴുന്നേറ്റൊരു അഭിപ്രായം പറഞ്ഞോളാം എന്ന് വിചാരിച്ച് പറഞ്ഞാൽ RSSനും ഈ മോഡി ഒരു പരിധിക്കപ്പുറം വളരുന്നത് ശരിയല്ല എന്ന ഒരു ധാരണയുണ്ട്. പക്ഷെ മോഡിയെ സംബന്ധിച്ചിടത്തോളം RSSന്റെ ആ കൽപ്പനകൾ അദ്ദേഹം പരിപൂർണമായിട്ട് തള്ളിക്കളയുകയോ അതിനെ ഔട്ട്റൈറ്റായിട്ട് റിജക്റ്റ് ചെയ്യുകയോ ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ RSS പറഞ്ഞാൽ പോലും മോഡി അങ്ങനെ അത്ര പെട്ടെന്ന് സ്ഥാനം ഒഴിഞ്ഞോളും എന്നില്ല. പക്ഷെ ഇത് അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയുള്ള തന്ത്രത്തിൻ്റെ ഒരു നടപടി, അതിൻ്റെ ഒരു നടപടിക്രമമായിട്ട് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ ആവർത്തിക്കുകയാണ്, നരേന്ദ്രമോദി സ്ഥാനം ഒഴിഞ്ഞെങ്കിൽ വേറെ ആർക്ക് തോന്നിയിട്ട് കാര്യമില്ല. അമിത്ഷായ്ക്ക് തോന്നിയാലും കാര്യമില്ല, രാജ്നാഥ് സിംഗിന് തോന്നിയാലും കാര്യമില്ല, ഭാഗവതിന് തോന്നിയാലും കാര്യമില്ല, എനിക്ക് തോന്നിയാലും കാര്യമില്ല, ലിയോയ്ക്ക് തോന്നിയാലും കാര്യമില്ല. അത് തോന്നണമെങ്കിൽ ആർക്ക് തോന്നണം? നരേന്ദ്രമോദിക്ക് തോന്നും. നരേന്ദ്രമോദിക്ക് തോന്നിയാൽ അദ്ദേഹം സ്ഥാനം ഒഴിയും. അദ്ദേഹത്തിന് തുടരാനാണ് തോന്നുന്നതെങ്കിൽ അദ്ദേഹം തുടരും. ഇതാണ് ഇവിടെ നമ്മുടെ BJP രാഷ്ട്രീയത്തിൽ ഇതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ഇപ്പോൾ ഈ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ BJPക്ക് നിലവിലുള്ള വലിയ ഒരു അപ്രമാദിത്വം എല്ലാം കണക്കിലെടുക്കുമ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ നരേന്ദ്രമോദിക്ക് തീരുമാനിക്കാം ഇനി എപ്പോൾ ഒഴിയണം, എത്ര നാൾ തുടരണം എന്നുള്ളത് സംബന്ധിച്ച്. സച്ചിൻ ടെണ്ടുൽക്കർക്ക് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ എത്ര നാൾ തുടരണം എന്ന് അദ്ദേഹത്തിന് മാത്രം ലഭിച്ച ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിനും ഒരു സ്വാതന്ത്ര്യം നൽകുമായിരിക്കും എന്ന് തോന്നുന്നു. കുറേ പേരൊക്കെ അങ്ങനെ വാദിക്കുന്നുണ്ട്. ഈ BJP അനുഭാവികളാണെങ്കിൽ തന്നെയും മറ്റ് നിഷ്പക്ഷരാണെങ്കിൽ തന്നെയും നിരീക്ഷകരാണെങ്കിൽ ഒരു വിഭാഗവും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അല്ല, അത് ചിന്തിക്കുന്നുണ്ട്. അതുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ശക്തി. കാരണം എന്ന് വെച്ചാൽ ഇതിലൊരു സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടത്, BJPയിലെ രണ്ടാം നിരയിലും മൂന്നാം നിരയിലൊക്കെ ശക്തരായ ഒരുപാട് നേതാക്കന്മാരുണ്ട്. പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ വാജ്പേയിയുടെ സമയത്ത് തന്നെ വാജ്പേയി, അദ്വാനി, ജോഷി കഴിഞ്ഞാൽ ഏറ്റവും നല്ല സെക്കൻഡ് ലൈൻ ലീഡർഷിപ്പ് ഉണ്ടായിരുന്ന ദേശീയ പാർട്ടി BJPയാണ്. കാരണം BJPക്ക് നല്ല പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരുപാട് രണ്ടാം നിര നേതാക്കന്മാരുണ്ടായിരുന്നു. പ്രമോദ് മഹാജൻ ഉണ്ടായിരുന്നു, ഗോപിനാഥ് മുണ്ടെ ഉണ്ടായിരുന്നു, അതുപോലെ സുഷമ സ്വരാജ്, അരുൺ ജെയ്റ്റ്ലി, ഇങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇവരിൽ ആരെങ്കിലും ആയിരിക്കും ഇവരുടെ പിൻഗാമിയായിട്ട് വരിക എന്ന് നമ്മളൊക്കെ വിചാരിക്കും. പക്ഷേ ആരും പ്രതീക്ഷിക്കാതെ ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്ന ആളാണ് നരേന്ദ്രമോദി. ഗുജറാത്ത് കലാപത്തിൽ വലിയ ചീത്തപ്പേരുണ്ടാകുന്നു, പിന്നീട് അതിനെ അദ്ദേഹം മറികടക്കുന്നു, ഒരു വലിയ വികസനത്തിൻ്റെ മിശിഹയായിട്ട് പ്രത്യക്ഷപ്പെടുന്നു, വ്യവസായികളുടെ വലിയ പിന്തുണ കിട്ടുന്നു, RSSൻ്റെ പിന്തുണ കിട്ടുന്നു. പിന്നെ ഇദ്ദേഹം ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്കാരനാണ്, പിന്നാക്ക സമുദായക്കാരനാണ്. ഇപ്പം മണ്ഡൽ രാഷ്ട്രീയത്തെ ചുരുട്ടി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടി ഇദ്ദേഹത്തെ പ്രൊജക്റ്റ് ചെയ്തു. അങ്ങനെ OBC വിഭാഗത്തിൽ നിന്നുള്ളൊരു നേതാവ് എന്ന രീതിയിൽ അദ്ദേഹം വളരെ ശക്തമായൊരു മുന്നേറ്റം നടത്തുന്നു. അങ്ങനെ അതിശക്തനായ, അല്ലെങ്കിൽ വളരെ RSS ഈ BJP ആക്കിയ ആളാണ് അദ്വാനിയെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് അദ്ദേഹം ഈ സ്ഥാനത്ത് വരുന്നു. വന്നപ്പോഴും ഇതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എതിരാളികളുടെ ഭാഗത്തുള്ള പോരായ്മകൾ കൊണ്ടും UPA സർക്കാരിനോട് ജനങ്ങൾക്കുണ്ടായിരുന്ന ഒരു വിപ്രതിപത്തി കൊണ്ടും അദ്ദേഹത്തിന് അടിച്ചു കയറാൻ പറ്റി. 2014 വലിയ ഭൂരിപക്ഷത്തോടെ വന്നു, 2019 കൂടിയ ഭൂരിപക്ഷത്തോടെ വന്നു. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കുറഞ്ഞു, കേവല ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ പോലും വളരെ ശക്തമായ രീതിയിൽ അദ്ദേഹം തിരിച്ചു വന്നു. അപ്പോൾ 5 കൊല്ലം പിന്നിട്ട സർക്കാരിനോട് ജനങ്ങളുടെ ഇടയിൽ ഒരു എതിർപ്പുണ്ടാവും. 10 കൊല്ലമാകുമ്പോൾ വളരെ കൂടുതലായിരിക്കും. പക്ഷെ അതിനെയും അതിജീവിച്ചുകൊണ്ട് മൂന്നാമത്തെ ടേമിൽ അദ്ദേഹം എത്തിയിരിക്കുകയാണ്. ഇത് ചെറിയ കാര്യമല്ല. ഇന്ത്യ പോലത്തെ രാജ്യത്ത് മൂന്നാമതൊരു ടേം കിട്ടാൻ എളുപ്പമല്ല. അപ്പം ഇത് മോഡിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു സൗകര്യം മാത്രമല്ല, BJPയെ സംബന്ധിച്ചിടത്തോളം മോഡിക്ക് പകരം ആര് എന്നുള്ള വലിയൊരു ചോദ്യമാണ്. BJPയിലെ നേതാക്കന്മാരില്ലെന്നല്ല പറഞ്ഞത്. ഇപ്പം തന്നെ പല ആളുകളും പറയുന്ന ഒരു പേര് അമിത്ഷായുടെയാണ്, മറ്റൊന്ന് യോഗി ആദിത്യനാഥിൻ്റെയാണ്. അങ്ങനെ നേതാക്കന്മാർക്ക് യാതൊരു ക്ഷാമവുമില്ല. ഇവിടെ ശിവരാജ് സിംഗ് ചൗഹാനെ വേണമെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കാം, ഗഡ്കരിയെ പ്രധാനമന്ത്രിയാക്കാം, അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാം, രാജ്നാഥ് സിംഗിനെ പ്രധാനമന്ത്രിയാക്കാം. പക്ഷെ ഇവരെ ആരായാലും നരേന്ദ്രമോദിയുടെ അത്രയും പൊലിമ ഉണ്ടാകുകയില്ല, അല്ലെങ്കിൽ അത്ര തന്നെ ജനസ്വാധീനം ഉണ്ടാകുകയില്ല എന്നുള്ളൊരു സംശയവും ഭയവും BJPയുടെ ലീഡർഷിപ്പിനുണ്ട്.
ഓക്കെ. ഈ നരേന്ദ്രമോദി ഒഴിയണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന RSSന് പോലും കൃത്യമായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ടിനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുകയില്ല. ഇത് ഏതുപോലെ ചോദിച്ചാൽ ഏതാണ്ട് നെഹ്റുവിന് ശേഷം ആര് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പോഴല്ല. നെഹ്റു ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങിയ സമയത്ത് അദ്ദേഹത്തിന് പ്രായാധിക്യം ബാധിക്കുന്നു എന്നൊരു തോന്നൽ ഇന്ത്യക്കാരായ നമുക്കുണ്ടായിരുന്നില്ല, പക്ഷേ വിദേശികൾക്ക് ഉണ്ടായിരുന്നു. ആ സമയത്ത് അമേരിക്കക്കാരൻ്റെ ഒരു പത്രപ്രവർത്തകൻ ഇവിടെ വന്ന് എന്താണ് ഫീൽഡ് സ്റ്റഡി നടത്തിയിട്ടൊരു പുസ്തകം എഴുതി. അതിൽ ആഫ്റ്റർ നെഹ്റു ഹൂ എന്ന പുസ്തകത്തിൻ്റെ പേര് നെഹ്റുവിന് ശേഷം ആര്. അദ്ദേഹം കുറേ പേരുകൾ പറഞ്ഞു. ഒന്ന് SK പാട്ടീൽ, പിന്നെ മൊറാർജി ദേശായി, ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി, പിന്നെ ലഫ്റ്റനന്റ് ജനറൽ കൗൾ. ഇങ്ങനെ, കാരണം ഇവിടെ പട്ടാളത്തിൽ ഉണ്ടാവും എന്നാണ് വിചാരിച്ചത്. അപ്പം ഇങ്ങനെ 5-8 പേരുടെ പേര് പുള്ളി ഒരു ലിസ്റ്റായിട്ട് കൊടുത്തു. അതിൽ നമുക്കറിയാവുന്ന പോലെ ലാൽ ബഹദൂർ ശാസ്ത്രിക്കാണ് കുറി വീണത്. അദ്ദേഹത്തെക്കാൾ പ്രഗത്ഭരായ ആളുകൾ മന്ത്രിസഭയിലുണ്ടായിരുന്നു, പക്ഷെ ആ സ്ഥലത്ത് എത്തിയത് അദ്ദേഹമാണ്. എന്ന് പറഞ്ഞ പോലെ മോഡിക്ക് ശേഷം ആര്, അതൊരു വലിയ ചോദ്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ മോഡി എന്ന് വെച്ചാൽ ഇപ്പം തൽക്കാലം ഇതുപോലെ 75 വയസ്സെന്നുള്ള കടമ്പ കടക്കാൻ പുള്ളിക്ക് പറ്റും. ഒരുപക്ഷെ 80 വയസ്സും കഴിഞ്ഞ് പുള്ളിക്ക് തുടരാം. പക്ഷെ അതിനും അപ്പുറം ഒരു വലിയ ചോദ്യമല്ലേ ഈ കാളിദാസനും കാലത്തിൻ്റെ ദാസൻ എന്ന് പറഞ്ഞ പോലെ നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്താണ് ചിരഞ്ജീവിയല്ലല്ലോ. അതെ അതെ അതെ. മാത്രമല്ല ഏതൊരാൾക്കും സംഭവിക്കാവുന്ന പോലെ പ്രായത്തെയും ബുദ്ധിയെയും ആരോഗ്യത്തെയും ഒക്കെ ഇത് ബാധിക്കാം പ്രായം എന്നുള്ളത്. അപ്പം ഇതൊരു ഒരു ഒരു സാർവലൗകികമായിട്ടുള്ള ഒരു ശാരീരിക പ്രക്രിയയാണ് ഏജിങ് എന്ന് പറയുന്നത്, പ്രായമാകൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് വേറൊരാളെ എങ്ങനെ കണ്ടുപിടിക്കണം, ഒരാളെ തയ്യാറാക്കി നിർത്തണം. ഇദ്ദേഹത്തിന് ശേഷം ഈ പാർട്ടിക്ക് നിലനിൽക്കാൻ രാജ്യത്തിൻ്റെ ത്വരിതഗതിയിലുള്ള പ്രയാണത്തെ ഒന്നുകൂടി ഊർജിതമാക്കാനായിട്ട് കഴിവും പ്രാപ്തിയും പ്രാഗൽഭ്യമുള്ള ഒരാൾ ആ സ്ഥാനത്തേക്ക് വരണം. ചെറിയ കാര്യമല്ല. ഇപ്പം നരേന്ദ്രമോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ്, ഇല്ലേ? അദ്ദേഹത്തിന് ശേഷം എത്ര മുഖ്യമന്ത്രിമാർ ഗുജറാത്തിലുണ്ട്? അവർക്ക് ആർക്കെങ്കിലും ഇദ്ദേഹത്തെ പോലെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞു? അതിന് ശേഷം വന്ന എത്ര മുഖ്യമന്ത്രിമാരുടെ പേര് നിന്റെ? ശരിയാണ്. വളരെ 3-4 പേര് വന്നു. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ തന്നെ തിരഞ്ഞെടുത്തത് വിജയ് രൂപാണി സ്ഥാനം ഒഴിയാൻ തീരുമാനിച്ചു എന്ന് ഒരു വാർത്ത കൊടുക്കുകയും പിന്നീട് ആ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടിയിട്ട് നിയമസഭാ കക്ഷി അംഗങ്ങളെ വിളിച്ചു കൊടുത്തിച്ചു. ആളുകളിൽ ഇരിക്കുമ്പോൾ അമിത്ഷാ പുറകിലേക്ക് വിരൽ ചൂണ്ടി. ഏറ്റവും പുറകിലത്തെ റോയിൽ നിൽക്കുന്ന ഒരാൾ പറഞ്ഞു താനാണ് അടുത്ത മുഖ്യമന്ത്രി. അയാൾ പോലും ഞെട്ടിപ്പോയി. കാരണം വെച്ചാൽ പുള്ളി ആദ്യമായിട്ട് മുഖ്യമന്ത്രി അയാളാണ്. ഒരു കെട്ടിടങ്ങളൊക്കെ പണിഞ്ഞ് വെക്കുന്ന ഒരു കോൺട്രാക്ടറാണ്. അയാൾ ഒരിക്കലും ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആയിക്കളയാം എന്ന് ആഗ്രഹിച്ചിരുന്നില്ല, പുള്ളി പ്രതീക്ഷിച്ചുമില്ല. പക്ഷെ പുള്ളി മുഖ്യമന്ത്രിയാക്കാനാണ് ഹൈക്കമാൻഡിന് താല്പര്യം തോന്നുന്നത്. അദ്ദേഹത്തെ നിർത്തി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ BJP വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തി. അപ്പം ഇതൊക്കെ വലിയൊരു ഗാമ്പിളാണ്. അതേ സമയത്ത് തന്നെ ശക്തമായ തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവും അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ കുറേയേറെ കോൺഗ്രസ് നേതാക്കൾ, പ്രതിപക്ഷത്തുള്ള പാർട്ടി നേതാക്കളൊക്കെ മോദി ഒഴിയുന്നില്ലേ, 75 എന്നുള്ളൊരു റിട്ടയർമെൻറ്റ് പ്രായം അദ്ദേഹം തന്നെയല്ലേ പറഞ്ഞത്? ഇത്തരത്തിൽ മോദിയുടെ റിട്ടയർമെൻറ്റിനെ കുറിച്ച് അവർ ചർച്ച ഉയർത്തിവിടുന്നത് മോദി നയിക്കാനുള്ള BJPയെ അവർ ഭയപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയല്ലേ? മോദിയെ ഭയപ്പെടുന്ന പ്രതിപക്ഷം അത് തന്നെയല്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ പ്രഭാവത്തെ, അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയെ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓറയെ. അത് തീർച്ചയായിട്ടും ശരിയാണ്. കാരണം മോഡി എന്നുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ ശക്തമായ ഒരു സാന്നിധ്യമാണ്, ഒരു സംശയമില്ല. ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തെ എതിർക്കാൻ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല. അത് വേറെ കാരണം കൊണ്ടാണ്. കാരണം അദ്ദേഹത്തിന് അത്ര വലിയ ജനപ്രീതി ഉണ്ടായിരുന്നു, ജനപിന്തുണ ഉണ്ടായിരുന്നു. പിന്നെ മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ പിന്തുണച്ചാവകാശി എന്ന ഒരു വലിയ അംഗീകാരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതായിരുന്നു നെഹ്റുവിൻ്റെ ഒരു ശക്തി. ഇന്ദിരാഗാന്ധി ആയപ്പോൾ അത് വേറൊരു രീതിയിലായിരുന്നു. കാരണം ഇന്ദിരാഗാന്ധി നെഹ്റുവിൻ്റെ പിൻഗാമി, നെഹ്റുവിൻ്റെ മകൾ, പിന്നെ കോൺഗ്രസിൻ്റെ അനിഷേധ്യയായ നേതാവ്, ചോദ്യം ചെയ്യപ്പെടാനാകാത്ത ആ ഒരു രാഷ്ട്രീയ ശക്തി. കോൺഗ്രസ് ഒരു വലിയൊരു പാർട്ടി, അതിന് വ്യവസായികളുടെ പിന്തുണയുണ്ട്, ഭൂവുടമകളുടെ പിന്തുണയുണ്ട്, സോവിയറ്റ് യൂണിയൻ്റെ പിന്തുണയുണ്ട്. അങ്ങനെ വളരെ ശക്തമായ ഒരു സ്റ്റാൻഡിൽ ഇന്ദിരാഗാന്ധി പോന്നു. പിന്നെ പാകിസ്ഥാനി യുദ്ധത്തിൽ തോൽപ്പിച്ചു. അങ്ങനെ പോഖ്രാനിൽ അണവ പരീക്ഷണം നടത്തി. ഇതൊക്കെ ഇന്ദിരാഗാന്ധിയുടെ തൊപ്പിയിൽ തൂവലുകളായിരുന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തെ പൂർണ്ണമായിട്ട് ഡോമിനേറ്റ് ചെയ്ത് അതിന് മറികടന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വമായിരുന്നു. പിന്നീട് ആ രീതിയിൽ ആരും നമ്മൾ കാണുന്നില്ല. രാജീവ് ഗാന്ധി ആണെങ്കിലും, നരസിംഹറാവു ആണെങ്കിലും, വാജ്പേയി ആണെങ്കിലും, മൻമോഹൻ സിംഗ് ആണെങ്കിലും, ഇവരൊക്കെ ഒരിക്കലും ആ ഒരു നിലവാരത്തിലേക്ക് എത്താൻ ഇവർക്ക് ആർക്കും സാധിച്ചില്ല. നെഹ്റു, ഇന്ദിര കഴിഞ്ഞിട്ട് പിന്നെ ആ നിലയിലേക്ക് എത്തുന്നത് വേറെ കാരണങ്ങൾ കൊണ്ടാണ്. നെഹ്റുവിൻ്റെ ആ ഒരു വിശാലമായ സോഷ്യലിസ്റ്റ് ചിന്താഗതിയോ അല്ലെങ്കിൽ ജനാധിപത്യ ബോധമോ പ്രതിപക്ഷ ബഹുമാനമോ ഒന്നും ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരുന്നില്ല, മോഡിക്കില്ല.
ഓക്കെ. മോഡിക്ക് തീരെയുമില്ല. പിന്നെ മോഡി വരുന്നത് വേറൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. അത് ഒരു സാധാരണക്കാരിൽ നിന്ന്, ഇടത്തരക്കാരിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം വേറൊരു രീതിയിൽ സമർപ്പിക്കപ്പെട്ട ഒന്നായിരുന്നു. സ്വയം സേവകനായിട്ടാണ് വരുന്നത്. അതിൻ്റെ പ്രചാരകനായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം പോലും അദ്ദേഹം ഒരു MLA ഒന്നും ആകുന്നില്ല. അദ്ദേഹം ആദ്യം MLA ആകുന്നത് മുഖ്യമന്ത്രി ആയതിനു ശേഷം. മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് അദ്ദേഹം ഗുജറാത്ത് വിധാൻസഭയിൽ അംഗമാകുന്നത്. അതിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് മത്സരിച്ചാണ് ജയിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്ന ഒരു നേതാവാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് മോഡിയെ അനുകൂലിക്കുന്നവരും മോഡിയെ എതിർക്കുന്നവരും, രാജ്യത്ത് നമുക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് തിരിക്കാം. വെർട്ടിക്കൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. മോഡി പറയുന്നതെല്ലാം ശരിയാണ്, മോഡി പറയുന്നത് മാത്രമാണ് ശരി, മോഡി പറയാത്തതൊന്നും ശരിയല്ല എന്ന് വിചാരിക്കുന്ന ഒരു വലിയ വിഭാഗം ആൾ നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മോഡിയുടെ സ്ഥാനത്ത് വേറൊരാൾ വന്നാൽ എന്തായിരിക്കും സ്ഥിതി? അവർക്ക് അത് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? ഇതാണ് BJPയുടെ മുമ്പിൽ ഒരു വലിയ വിഷയം. നരേന്ദ്രമോദിക്ക് ഒരു പക്ഷേ പ്രധാനമന്ത്രിയായിട്ട് ഇനി തുടരാൻ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല. താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മോഡി മാറിക്കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും? അതിനെ BJPക്ക് എങ്ങനെ അതിജീവിക്കാൻ കഴിയുന്നൊരു ചോദ്യമില്ലേ? പെട്ടെന്ന് ഈ ഒരു കപ്പലിൻ്റെ കപ്പിത്താൻ ഇല്ലാതെ പോകും, നടുക്കടലിൽ വെച്ച് കപ്പിത്താൻ പോകും. ഇന്നല്ലെങ്കിൽ നാളെ ഒരിക്കൽ കപ്പിത്താൻ മാറണം. അതെല്ലാ കപ്പിത്താന്മാരുടെയും എല്ലാ മനുഷ്യരുടെയും ഒരു വിധിയാണ്. പക്ഷെ എന്നാൽ പോലും വളരെ വിജയകരമായ രീതിയിൽ കപ്പൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന കപ്പിത്താൻ ഒരു ദിവസം പെട്ടെന്ന് ഇല്ലാതാകുമ്പോൾ അത് പൊതുവെ ഉണ്ടാക്കുന്ന ഒരു ആശയക്കുഴപ്പമുണ്ടല്ലോ. അപ്പം അതുകൊണ്ടാണ് ഇവർ സത്യം പറഞ്ഞ് ഇതിന് ധൈര്യപ്പെടാത്തത്. എനിക്ക് തോന്നുന്നു ഈ BJP ഈ ഒരു വിഷയത്തിൽ ചിലപ്പോൾ അവരുടെ ഉള്ളിൽ ചർച്ചകൾ നടക്കുന്നുണ്ടാകണം, അല്ലെങ്കിൽ RSSൽ ചർച്ചകൾ നടക്കുന്നുണ്ടാകണം. അതുപോലെ തന്നെ കോൺഗ്രസിലും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിലും ഈ ചർച്ച തന്നെയാണ് നടക്കുന്നത്. മോദി കഴിഞ്ഞാൽ ആര്, അല്ലെങ്കിൽ മോദിക്ക് ശേഷം അമിത്ഷാ ആയിരിക്കുമോ, യോഗി ആയിരിക്കുമോ, ഇതൊക്കെയുള്ള ചർച്ചകൾ അവിടെ നടക്കുന്നുണ്ട്. അവരിൽ ആരാകും എന്നുള്ള കാര്യം അവർ ഇപ്പോഴും ചിന്തിക്കുന്നില്ലെന്നാണ് തോന്നുന്നത്. അല്ല, അവരുടെ ഉള്ളിൽ അതൊക്കെ നമ്മൾ വെറുതെ വിചാരിക്കുന്നതാണ്. കാരണം ഈ കോൺഗ്രസ്സുകാരെ പോലെയോ അല്ലെങ്കിൽ CPM-കാരെ പോലെ അല്ല BJP-കാർ. അവർ 25 കൊല്ലത്തിന് ശേഷം നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അവർ ഇപ്പോൾ ആലോചിച്ച് തീരുമാനിച്ച് റെഡിയാക്കി വെച്ചത്. അങ്ങ് അത്രയും ഒരു ദീർഘവീക്ഷണവും അതനുസരിച്ചുള്ള തയ്യാറെടുപ്പും നടത്താൻ കഴിവുള്ള ഒരു സംവിധാനമാണ് RSS, BJP അല്ല. RSSന്റെ ഒരു രാഷ്ട്രീയവൽകൃതമായ രൂപമാണ് BJP. സംഘപരിവാറിൽപ്പെട്ട ഒരു രാഷ്ട്രീയ പരിവാരം, ഒരു പ്രധാനപ്പെട്ട ഒരു പരിവാരം എന്ന് പറയാം. പ്ലാൻ അവർക്കുണ്ട്. അവരൊക്കെ നേരത്തെ കൂട്ടി ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അല്ല, ഇത്രയും പഴക്കമുള്ള ഒരു സംഘടനയായിട്ട് കൂടി, അല്ലെങ്കിൽ ഇപ്പോൾ 100 വർഷം ആകുന്നു, അപ്പോൾ ഇത്രയും ഒരു പഴക്കമുള്ള സംഘടനയായിട്ട് കൂടി ഇത്രയും ശാസ്ത്രീയമായി ഏറ്റവും അഡ്വാൻസ്ഡായി അവർക്ക് തീരുമാനം എടുക്കാൻ സാധിക്കുന്നു, അവർക്ക് നേരത്തെ ദീർഘവീക്ഷണത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അതൊക്കെ മറ്റ് എല്ലാ സംവിധാനങ്ങളുമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പോലും അത് സാധിക്കുന്നില്ല. അതെ, അത് ശരിയാണ്. ഒരു പാർട്ടിയുടെ ഒരു ഇപ്പോഴത്തെ നിലക്കുള്ള ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു പൊസിഷൻ അത് വളരെ പ്രധാനമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു സെൻട്രിസ്റ്റ് പാർട്ടി അതിൻ്റെ ശിഥിലമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അതിലെ നേതാക്കന്മാർ പലരും മോഹഭംഗം വന്ന് രാഷ്ട്രീയം ഉപേക്ഷിച്ച് പോയോ, അല്ലെങ്കിൽ മറ്റു പാർട്ടികളെ ചേക്കേറുകയോ ചെയ്തു. KV തോമസ് മാഷിനെ പോലുള്ള ആളുകൾ CPM-ന്റെ കൂടാരത്തിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ കപിൽ സിബലിനെ പോലുള്ള വ്യക്തികൾ, പ്രഗത്ഭരായ ആളുകളാണ്. അവർ കോൺഗ്രസുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നു. എന്നിട്ട് സമാജ്വാദി പാർട്ടിയുടെ പിന്തുണയോടുകൂടിയിട്ട് രാജ്യസഭയിലേക്ക് ജയിക്കും. അപ്പോൾ പിന്നെ മമതാ ബാനർജിയെ പോലെ ശക്തിയായ ഒരു ഭരണാധികാരി ബംഗാളിൽ, അവർ കോൺഗ്രസുമായിട്ടുള്ള കൂട്ടുകെട്ട് നിർദാക്ഷിണ്യം ഒഴിവാക്കും. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അത് വളരെ പ്രധാനമാണ്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോൾ മറുഭാഗത്ത് വളരെ ശക്തമായ ഒരു വിക്കറ്റിലാണ് മോഡി നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എനിക്കൊന്നും പലരും ചോദിച്ചിട്ടുണ്ടാകും ഒരു കാര്യം. അദ്ദേഹം ആദ്യമായി പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുമ്പോൾ, പാർലമെൻറ്റിലേക്ക് എത്തുമ്പോൾ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു സ്റ്റേച്ചറിലേക്ക് നരേന്ദ്രമോദി വളരും എന്ന്. ഇത്രയും കരുത്തനായ ഒരു നേതാവായി ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യയെ കുറേ കൂടി ഉയരത്തിലേക്ക് ഫിക്സ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. ലോകം തന്നെ ഉറ്റുനോക്കുന്ന നേതാവായി വളർന്നു. സോഷ്യൽ മീഡിയയെല്ലാം അദ്ദേഹം വളരെ കാര്യക്ഷമമായി ഉപയോഗിക്കുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രചാരമുള്ള നേതാക്കളിൽ ഒരാളായി വളരുന്നു. അങ്ങനെ പടിപടിയായി അദ്ദേഹം വളരുകയായിരുന്നു. ഇന്ത്യക്കും അപ്പുറത്തേക്ക് ലോകം ഒന്നടങ്കം അദ്ദേഹത്തിൻ്റെ സ്വാധീനം എത്തിക്കുവാൻ സാധിക്കുന്നു. ആ ഒരു നൈപുണ്യം ഉള്ള ഒരു നേതാവായി, കൈയടക്കമുള്ള ഒരു നേതാവായി, മെയ്വഴക്കമുള്ള ഒരു നേതാവായി നരേന്ദ്രമോദി വളരുമെന്ന് 2014 അങ്ങ് കരുതിയിരുന്നു. കാരണം അമേരിക്ക പോലും അദ്ദേഹത്തിന് അന്ന് വിലക്കേർപ്പെടുത്തിയിരുന്നു. വിസ അനുവദിക്കുന്ന ഒരു പട്ടികയിലായിരുന്നില്ല അദ്ദേഹം ആദ്യം. അത് നമ്മൾ ഇത് ചരിത്രത്തിൽ നിന്നും മാറ്റിയെടുത്തിട്ട് മോഡിയെ നമ്മൾ വിശകലനം ചെയ്തു. മോഡി തീർച്ചയായിട്ടും ശക്തനായ ഒരു നേതാവാണ്, ശക്തനായ ഭരണാധികാരിയായിട്ട് മാറാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ള സത്യമാണ്.
2001 അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ട് വന്ന ഒരു ഒരു ആക്സിഡൻ്റൽ ചീഫ് മിനിസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് ഈ ഭുജിൽ കച്ചിലെ ഒരു വലിയ ഭൂകമ്പമുണ്ടായി. അതിനെ തുടർന്ന് ഒരുപാട് വീടുകൾ തകർന്നു, ഒരുപാട് ആളുകൾ മരിച്ചു. ജനുവരി 26-ാം തീയതി. അതിനെ തുടർന്ന് അവിടെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ അന്നത്തെ ഗുജറാത്തിലെ BJP സർക്കാരിന് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു. അതേ തുടർന്ന് അന്നത്തെ പ്രധാനപ്പെട്ട ശക്തനായ മുഖ്യമന്ത്രിയെ മാറ്റി കേശുഭായ് പട്ടേലിനെ മാറ്റിയിട്ടാണ് മോഡിയെ കൊണ്ടുവരുന്നത്. അന്ന് ആരും വിചാരിച്ചില്ല മോഡി ഇത്രയും ഒരു നിലയിലേക്ക് ഉയരും എന്നുള്ളത്. പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം എൻ്റെ കലാപം ഉണ്ടാകുന്നു. അദ്ദേഹം ഒരു വിവാദ പുരുഷനായിട്ട് മാറുന്നു. ഇദ്ദേഹത്തെക്കുറിച്ച് പല കെട്ടുകഥകളും അല്ലെങ്കിൽ ഉള്ള കഥകളും ഒക്കെ പ്രചരിക്കുന്നു. ഇയാൾ വലിയ രക്തദാഹിയാണ് എന്ന രീതിയിലുള്ള ഒരു കരിവാരി പൂശലിന് അദ്ദേഹം വിധേയനാകും. പിന്നെ അതിൽ നിന്ന് അദ്ദേഹം മോചിതനായി ഒരു വികാസ പുരുഷൻ ആയിട്ട് ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഐക്കണായിട്ട് മാറും. ഗർവി ഗുജറാത്ത് എന്നൊരു വലിയ ഐഡിയ മുൻപ്. ആ സമയത്ത് വ്യവസായികളും മറ്റ് മൂലധന ശക്തികളും ഇദ്ദേഹത്തെ പിന്തുണയ്ക്കും. അങ്ങനെ ഒരു പ്രത്യേക അവസരത്തിലാണ് പുള്ളി 2014 പ്രധാനമന്ത്രിയാകുന്നത്. പ്രധാനമന്ത്രി ആകുന്ന സമയത്ത് UPA സർക്കാരിനെതിരായിട്ടുള്ള വലിയ ജനവികാരം ഇവിടെ ഉണ്ട്. പൂഞ്ചി സ്പെക്ട്രം, കൽക്കരിപ്പാടം, കോമൺവെൽത്ത് ഗെയിംസ്, ഇങ്ങനെ ഒരുപാട് നിരവധി ആരോപണങ്ങളുണ്ട്. ആരോപണങ്ങളൊക്കെ കൊണ്ട് ഈ UPA സർക്കാർ തകരുകയാണ്. വലിയ വിജയത്തോടി നരേന്ദ്രമോദി വരുന്നു. അത് എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൻ്റെ സൃഷ്ടിയാണ് മോഡി. പക്ഷെ ഒരിക്കലും ആ സ്ഥാനത്ത് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി അദ്ദേഹത്തിൻ്റെ അതോറിറ്റി ഭയങ്കരമായിട്ട് അവിടെ പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് സത്യം. അധികാരം എങ്ങനെ ഉപയോഗിക്കാം അത് മൻമോഹൻ സിംഗിന് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ വാജ്പേയിക്ക് അറിയില്ലായിരുന്നു, ദേവഗൗഡക്കോ ഗുജറാളിനോ ആർക്കും സാധിക്കാൻ. കാര്യം പാർലമെൻറ്റിൽ ഭൂരിപക്ഷം വളരെ പ്രധാനമാണ്. ഭൂരിപക്ഷം ഉണ്ടാകണം, പിന്നെ ആ തൻ്റെ ഇടം ഉണ്ടാകണം, ഇച്ഛാശക്തി ഉണ്ടാകണം. അപ്പോൾ ഇത് മൂന്നും ഇന്ദിരാഗാന്ധിക്ക് ശേഷം പിന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രകടിപ്പിച്ച ഒരാൾ മോഡിയാണ്. പിന്നെ ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടാകാതിരുന്നൊരു വലിയ സൗകര്യം ഇദ്ദേഹത്തിനുണ്ടായി. കാരണം ഇന്ത്യ ഒരു ഫ്ലറിഷ് ചെയ്യുന്ന സമയത്താണ്. ഇന്ത്യ ഷൈനിങ് എന്ന് പറയാവുന്ന സാഹചര്യം. കാരണം ഈ ഗ്ലോബലൈസേഷൻ്റെയൊക്കെ ഗുണഫലം അതിനു മുമ്പ് ദോഷഫലങ്ങളാണ് ആൾക്കാർ അനുഭവിച്ചുകൊണ്ടിരുന്നത്. ഏത് നരസിംഹറാവു തൊട്ട് മൻമോഹൻ സിംഗ് വരെയുള്ള ആളുകളുടെ കാലത്ത് ഇത് പ്രോപ്പറായിട്ട് നടത്താൻ പറ്റിയില്ല. അതിൻ്റെ ദൂഷ്യഫലങ്ങളാണ് ആളുകൾ അനുഭവിച്ചിരുന്നെങ്കിൽ 2014 വന്നപ്പോൾ ഇത് വളരെ ശക്തമായിട്ട് മുമ്പോട്ട് വെക്കാനും അതിൻ്റെ ഗുണഫലങ്ങൾ ആളുകൾക്ക് അനുഭവിക്കാനും കഴിയും. അപ്പോൾ ഇന്ത്യ ഒരു ശ്രദ്ധിക്കപ്പെടുന്ന നിലയിലെത്തിയത് നേരത്തെ പറഞ്ഞ മുൻഗാമികളുടെയൊക്കെ പരിശ്രമപരമായിട്ടാണ്. നരേന്ദ്രമോദി അല്ലല്ലോ ഇതൊക്കെ ഉണ്ടാക്കിയത്. പക്ഷെ അതിനെ പൊലിപ്പിക്കാൻ കഴിഞ്ഞത് മോഡിക്കാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു നായക സ്ഥാനത്ത് ആര് വന്നു? മോഡി വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം അതിൻ്റെ ഒരു സെൻറ്റർ ഓഫ് അറ്റൻഷൻ ആയിട്ട് മാറി. പിന്നെ ഇന്ത്യ, ഞാൻ നേരത്തെ പറയില്ല, ഇന്ത്യ പഴയ ഇന്ത്യയല്ല. ഇന്ത്യ വ്യവസായവൽക്കരണം ത്വരിതപ്പെട്ടു, അടിസ്ഥാന സൗകര്യങ്ങളിലെ വികസനം വർദ്ധിച്ചു, പ്രതിരോധ രംഗത്ത് വലിയ മുന്നേറ്റം നടത്താൻ പറ്റി. ഇന്ത്യയുടെ സൈനിക ശക്തി, ഇന്ത്യയുടെ സാമ്പത്തിക ശക്തി രണ്ടും ലോക രാഷ്ട്രങ്ങൾക്ക് അവഗണിക്കാൻ പറ്റാത്തൊരു നിലയിലേക്ക് എത്തി. അത് പൂർണ്ണമായിട്ടും നരേന്ദ്രമോദി ഉണ്ടാക്കിയതല്ല. അദ്ദേഹത്തിൻ്റെ മുൻഗാമികൾ നെഹ്റു മുതൽക്ക് മൻമോഹൻ സിംഗ് വരെയുള്ള ആളുകളുടെയൊക്കെ ശ്രമത്തിൻ്റെ ഫലമായിട്ട് ഏതാണ്ട് ആ അറ്റപ്പറ്റി എത്തി നിൽക്കുമ്പോഴാണ് മോഡി വരുന്നത്. അപ്പോൾ റൈറ്റ് മാൻ അറ്റ് റൈറ്റ് പ്ലേസ് എന്നൊരു അവസ്ഥയുണ്ടല്ലോ, അതാണ് മോഡി. മോഡി ഈ ചരിത്രത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്, അല്ലാണ്ട് ചരിത്രത്തിൻ്റെ സൃഷ്ടാവല്ല. നമ്മൾ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു മേന്മയോ അദ്ദേഹത്തിൻ്റെ കാര്യപ്രാപ്തിയോ നമുക്ക് കുറച്ച് പറയാൻ പറ്റിയില്ല. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ആ ഒരു സാഹചര്യത്തിൻ്റെ സൃഷ്ടിയാണ്. പക്ഷേ ആ സാഹചര്യത്തെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞ ഒരു നേതാവാണ് മോഡി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് പകരക്കാരൻ ആരായിരിക്കുമെന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു അങ്കലാപ്പുണ്ടാകും. മോഡിയുടെ സ്ഥാനത്ത് വേറൊരാൾ വന്നാൽ അത് എന്തുമാത്രം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളൊരു ചോദ്യമാണ്. പണ്ട് ഈ വില്യം പിറ്റ് മാറിയിട്ട് ആഡിങ്ടൺ എന്ന് പറഞ്ഞ ആൾ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയായപ്പോൾ ആളുകൾ പറഞ്ഞു, പിറ്റ് ഈസ് ടു ലണ്ടൻ വാട്ട് ആഡിങ്ടൺ ഈസ് ടു പാഡിങ്ടൺ. പാഡിങ്ടൺ എന്ന് പറഞ്ഞാൽ ലണ്ടൻ കഴിഞ്ഞിട്ട് അടുത്തുള്ള ഒരു ചെറിയ സ്റ്റേഷനാണ്. അപ്പോൾ അതുപോലെ എന്ന് പറഞ്ഞ പോലെ ഒരു ആഡിങ്ടണല്ലോ നമുക്ക് വേണ്ടത്. പക്ഷെ ശക്തനായ മറ്റൊരു മോഡി, അല്ലെങ്കിൽ അതുപോലെ തൻ്റെ ഇടമുള്ള വേറൊരു ഭരണാധികാരി അവിടെ വരണം. അത് BJPയുടെ മാത്രമല്ല, രാജ്യത്തിൻ്റെ ഒരു ആവശ്യമുള്ളൂ. എപ്പോഴും ശക്തനായ ഇച്ഛാശക്തിയുള്ള താൻ പോരിമയുള്ള ഒരാൾ വരണം പ്രധാനമന്ത്രിയായിട്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി ചെറിയ പോസ്റ്റല്ലല്ലോ. അല്ല, എനിക്ക് തോന്നുന്നു ചില ക്രൂഷ്യൽ കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ഫ്രീ ഹാൻഡ് കിട്ടി, അല്ലെ അദ്ദേഹത്തിന് അതെടുക്കാനുള്ള ഒരു അധികാരം വിനിയോഗിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങി. എനിക്കൊന്നു ചില പോർട്ട്ഫോളിയോസ് ചിലരെ ഒക്കെ ഏൽപ്പിക്കുക, അവരൊക്കെ തിളങ്ങുക, അതൊക്കെ അദ്ദേഹത്തിൻ്റെ പേരും പെരുമയും ഉയർത്തുന്നതിനും ഇന്ത്യക്ക് കുറേ കൂടി കാര്യക്ഷമമായി മുന്നോട്ട് പോകാനും ഒക്കെ സാധിച്ചെന്ന് തോന്നുന്നു. എനിക്കൊന്ന് വിദേശകാര്യ വകുപ്പാണെങ്കിൽ തന്നെയും ആഭ്യന്തര വകുപ്പാണെങ്കിൽ തന്നെയും പ്രതിരോധമാണെങ്കിൽ തന്നെയും ഈ കുറേ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിലാണെങ്കിൽ തന്നെയും കുറേയേറെ മുന്നോട്ട് പോകുന്നതിനും ബോൾഡായിട്ടുള്ള തീരുമാനമെടുക്കുന്നതിനും അദ്ദേഹത്തിന് സാധിച്ചു എന്ന് തോന്നുന്നു. അത് കുറേ കൂടി അദ്ദേഹത്തിൻ്റെ വളർച്ചയ്ക്ക് കരുത്തായി, അല്ലേ?
അല്ല, അത് ശരിയാണ്. അതിൻ്റെ കാരണം ഒന്നാമത് അദ്ദേഹത്തിന് ചോദ്യം ചെയ്യപ്പെടാനാകാത്ത നേതാവ് എന്ന ഒരു അവസ്ഥ കൈവന്നു. ഒന്നാം മോഡി സർക്കാർ എന്ന് പറഞ്ഞ ഒരു BJP മന്ത്രിസഭയായിരുന്നു. അതെ, അതിൽ അതെ, BJP നേതാക്കന്മാർക്കായിരുന്നു പ്രാധാന്യം. സുഷമ സ്വരാജ്, അരുൺ ജെയ്റ്റ്ലി, അല്ലെങ്കിൽ തുടക്കത്തിൽ ഗോപിനാഥ് മുണ്ട, രാജ്നാഥ് സിംഗ്, ഇങ്ങനെയുള്ള ആളുകളുള്ള പ്രധാനപ്പെട്ട വകുപ്പുകളും കൈയാളിയിരുന്നു. പക്ഷെ രണ്ടാം മോഡി സർക്കാർ വന്നപ്പോൾ അത് മോഡി സർക്കാരായിട്ട് മാറി. മോഡി എന്ന ഒരു ഒറ്റ ഫിഗറായി ഉണ്ടെന്നുള്ളൂ, മോഡി, അമിത്ഷാ. ബാക്കി ആളുകൾക്കൊന്നും അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു തീരുമാനമെടുക്കാൻ കഴിവുള്ള ഒരു വകുപ്പോ കാര്യങ്ങളൊന്നും കൊടുത്തില്ല. രാജ്നാഥ് സിംഗിനെ പ്രതിരോധ വകുപ്പിലേക്ക് മാറ്റി ആഭ്യന്തരത്തിൽ നിന്ന്. പിന്നെ ബാക്കി പ്രൊഫഷണൽസാണല്ലോ വന്നത്. നമ്മുടെ ജയശങ്കറിനെ പോലെയുള്ള ആളുകൾ വിദേശകാര്യ വകുപ്പിൽ വന്നു. ധനകാര്യ വകുപ്പിലേക്ക് നിർമ്മല സീതാരാമനെ കൊടുത്തു. നിർമ്മല സീതാരാമൻ BJPയുടെ ഒരു നേതാവല്ലല്ലോ, BJPയിൽ ചേർന്ന ഒരു പുതുമുഖമാണ്. BJPയിൽ വന്നപ്പോൾ അവർ നന്നായിട്ട് പെർഫോം ചെയ്തു എന്നുള്ള വേറെ ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയ്ക്ക്. അല്ലാതെ ഈ കാവിക്കൊടി പിടിച്ച് ജാഥയ്ക്ക് പോയ ആളല്ല നിർമ്മല സീതാരാമൻ, ജയശങ്കർ ഒട്ടുമല്ല. അപ്പോൾ പ്രൊഫഷണൽസിനെ കൊടുത്തു. പിന്നെ ഈ മന്ത്രിമാരെ മുൻനിർത്തിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ IAS-കാരുടെയും IPS-കാരുടെയും മറ്റ് സാങ്കേതിക വിദഗ്ധന്മാരുടെയും വലിയൊരു വ്യൂഹം തന്നെയുണ്ട്. അവരെ നമ്മൾ കാണുന്നില്ല. അതെ 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 അവരുടെ ബുദ്ധിശാലയിലാണ് ഈ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. അത് മന്ത്രിമാരെ കൊണ്ട് നടപ്പായിക്കുന്നത് മാത്രമേ. ശരിയാണ്. എന്തായാലും അങ്ങ് പറഞ്ഞതുപോലെ റൈറ്റ് മാൻ അറ്റ് റൈറ്റ് പ്ലേസ് അറ്റ് റൈറ്റ് ടൈം, അതായിരുന്നു നരേന്ദ്ര മോദി. അദ്ദേഹം ആ ലഭിച്ച അവസരം വളരെ ഏറ്റവും ശരിയായ രീതിയിൽ, അല്ലെങ്കിൽ ഏറ്റവും കരുത്തുറ്റ രീതിയിൽ വിനിയോഗിക്കുകയും അധികാരം പ്രയോഗിക്കേണ്ടിടത്ത് അധികാരം പ്രയോഗിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു. BJP ഭൂരിപക്ഷത്തോടും കേവല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വന്ന ആദ്യത്തെ ടേം തന്നെ അദ്ദേഹത്തിന് ആ ചുവടുറപ്പിക്കാൻ സാധിച്ചു. പിന്നീട് ഇങ്ങോട്ട് മോദിയുടെ വളർച്ചയാണ് നമ്മൾ കണ്ടത്. മോദി സർക്കാരായി പിന്നീട് അങ്ങ് പറഞ്ഞതുപോലെ രണ്ടാം ടേമിൽ മാറുകയാണ് ഉണ്ടായത്. ഇനി ഇപ്പോൾ മൂന്നാം ടേമിലേക്കും കരുത്തോടെ കൂടി നരേന്ദ്രമോദി മുന്നോട്ട് പോവുകയാണ്. ഇനി എത്ര നാൾ ഈ 75 എന്ന റിട്ടയർമെൻറ്റ് പ്രായം എന്തായാലും വീണ്ടും ചർച്ചയാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇവിടെ മോദിയാണ് തീരുമാനമെടുക്കേണ്ടത് എന്നുള്ള അങ്ങയുടെ വാക്ക് ശരിയാണ്. അങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, നടക്കാനും പോകുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.